ഇനി സ്വല്പം മ്യൂസിക് കേൾക്കാം. അയണ്ടോ ഇസ്രായേലിനെ കാക്ക്. യെശയ്യാ പ്രവചനം 31 അധ്യായം 5 വാക്യം വായിച്ചാട്ടെ. പക്ഷി ചുറ്റിക്കറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ മതിമക്കളെ കരമുയർത്തുന്നവർക്കായി ഇതിന്റെ പേര് അയണ്ടോ. അയണ്ടോ ഇസ്രായേലിനെ കാക്ക്. ആക്രമണത്തിൽ ഇസ്രായേൽ കെട്ടിടം നിലം പൊത്തി. വടക്കൻ ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ നിരവധി പേർക്കാണ് പരുക്കേറ്റത്. ഏകദേശം 30ഓളം പേർക്ക് പരുക്കേറ്റു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. നേരത്തെ ഇറാൻ പക്ഷി ചുറ്റിക്കറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ മതിമക്കളെ കരമുയർത്തുന്നവർക്കായി ഇതിന്റെ പേര് അയണ്ടോ. അയണ്ടോ ഇസ്രായേലിനെ കാക്കും. ആവർത്തിക്കുന്ന അമേരിക്കൻ ഉപരോധങ്ങളിലും ഉറക്കാതെ ഒരു രാജ്യം ആണവരാഷ്ട്രമാകുന്നതിൽ പേടിച്ച് അങ്ങോട്ട് തുടങ്ങി വെച്ച സംഘർഷം ഒരു പാതിരാ കടന്നാക്രമണം. ഇസ്രായേൽ കരുതുമട്ടിലായിരുന്നില്ല ഇറാന്റെ തിരിച്ചടി. ആരാലും ആക്രമിക്കപ്പെടാത്തവണ്ണം അങ്ങേയറ്റം സർവൈലൻസ് സൈനിക സുരക്ഷാ രാഷ്ട്രമെന്ന അഹങ്കാരം അവസാനിച്ച് 2 രാത്രികൾ, 2 കാളരാത്രികൾ. വിഖ്യാതമായ അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ് 3, അമേരിക്കൻ താഡ് സംവിധാനങ്ങൾ പാടത്തു കുത്തിയ കോലങ്ങളായപ്പോൾ പാതിരാത്രി അടിവസ്ത്രം മാത്രം ഇട്ടുപോലും ഇറങ്ങിയോടി ബങ്കറിലൊളിച്ച് ഇസ്രായേലികൾ ആ മൈറ്റിയ രാഷ്ട്രത്തിന് അസാധാരണമാണ്. ആ സൈനിക ശക്തി കേന്ദ്രം ടെല്ലവീവിൽ, ബത്തയാമിൽ, ഹൈഫയിൽ, താമ്രയിൽ ഡ്രോണുകളും ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈലുകളും തീർത്ത തീമഴയിൽ വിറച്ചു നിൽക്കൽ ഇൻകൺവിൻസിബിൾ എന്ന് അവകാശപ്പെടുന്ന ആ രാജ്യത്തിന് അസാധാരണമാണ്. എണ്ണപ്പാടങ്ങൾക്ക് തീയിട്ട് തുടരുന്ന ആ പ്രകോപനത്തിന്റെ തിരിച്ചടി തുടർച്ച പേടിച്ചാണോ, അതോ ആയിരക്കണക്കിന് 10,000-കണക്കിന് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കിയിട്ടും സ്വന്തം രാജ്യത്തിന്റെ ബന്ധുക്കളെ മോചിപ്പിക്കാനാവാത്ത IDF കഴിവുകേടിൽ നാട്ടിലെ പ്രതിഷേധം ഭയന്നാണോ എന്നറിയില്ല. അവധി കഴിഞ്ഞ് തുറക്കേണ്ട സ്കൂളുകൾ, ഓഫീസുകൾ പൂട്ടി. ബംഗൂറിയൻ എയർപോർട്ടും അടച്ച് ഒരു രാജ്യം ഒന്നാകെ ബങ്കറുകളിൽ പൂണ്ടുപോയ ഗതികേടിൽ ലോകം കണ്ട ഗാസ മോഡൽ ചിത്രങ്ങൾ ഒറ്റക്കാര്യം വ്യക്തമാക്കലാണ്. ഒരു സൈന്യമില്ലാത്ത, സൈനിക ശക്തി കൊടുക്കാൻ ആരോരുമില്ലാത്ത, ഒരു രാജ്യം പോലും അല്ലാത്ത ഫലസ്തീന്റെ ആകാശത്തെ കാർപ്പറ്റ് ബോംബിംഗിൽ പാവങ്ങളെ 10,000-കണക്കിൽ കൊന്നൊടുക്കിയ മട്ടിലാവില്ല ഇറാനുമായുള്ള ഏറ്റുമുട്ടൽ. കരമുയർത്തുന്നവർക്കായി ഇതിന്റെ പേര് അയണ്ടോ. ആ മേഖലയിലെ ശാക്തി കച്ചേരികളാണ്, എണ്ണം പറഞ്ഞ സൈനിക ശക്തികളാണ്. ആളും ആയുധവും കൊടുക്കാൻ വൻശക്തി രാജ്യങ്ങളുടെ പിന്തുണയുള്ളവരാണ്. മണ്ണിനടിയിൽ ആണവ പോർമുനകൾ ഒളിപ്പിച്ചവരാണ്. ആ ഏറ്റുമുട്ടൽ യുദ്ധമായ നാശമാണ്, പരമനാശം മധ്യേഷ്യയ്ക്ക് മാത്രമല്ല ലോകത്തിനാണ്, ലോകാവസാനത്തിന്റെ ഭീഷണി. ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷുവാ. ഇതേതാ സ്ഥലം?